ഞാൻ ഒരു ഫാഷനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവിടുത്തെ ഫുഡല്ല, നമ്മുടെ കേരള ഫുഡൊക്കെ ഫുൾ കഴിക്കും. നിങ്ങൾ എന്തീ പറയണേ? ചെറുപ്പം മുതലേ എനിക്ക് പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി. എനിക്ക് അറിയില്ല, ഇനിയിപ്പം പഠിച്ചോന്നെന്താ വിളിച്ചെന്ന് അറിയില്ല. ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഒളിപ്പിച്ച് വെക്കൊന്നുമില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയും. നല്ല രസമുണ്ട് ഈ സ്ലാങ് ഇങ്ങനെ കേട്ടിരിക്കാൻ. എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട രീതി ആയിരിക്കില്ല ചിലപ്പോൾ എഡിറ്റർ ചെയ്യുക, അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യണം. ഇപ്പോഴും ടിക്ടോക്ക് ഒക്കെ മുടങ്ങാതെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയരുത്. അതെന്താ? കോണ്ടന്റ് എന്ന് പറയണം. ഇതൊക്കെ വെച്ചിട്ട് ഇവര് സെറ്റിൽ കളിയാക്കുമായിരുന്നു, വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട്. Just keep creating good content and with your beauty you will get more followers. ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ? Favorite influencer ഞാൻ വേഗം ഇനിയിപ്പോ പഠിത്തമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ടല്ലോ. എനിക്കോ? ഇനി പഠിക്കാൻ നല്ല കുട്ടിയായിരുന്നോ? അയ്യോ അല്ല, കല്ലിന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നം. ഞാൻ കളിക്കരുത് കേട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ. അവിടെ ഒരു കല്ല് കൊണ്ട് ഞാൻ എടുത്തു, അത് വീണത് എന്റെ കുറ്റാണോ? ആൻഡ് യു വെരി ബ്യൂട്ടിഫുൾ ഓൾസോ. ഭയങ്കര കണ്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളെ. താങ്ക് യു ചേച്ചി, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടു വീഡിയോ. ആഫ്റ്റർ ദാറ്റ് യുവർ റിയാക്ഷൻ ഇങ്ങനെയാ പോയെ. പഠിച്ചോനെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇപ്പോൾ നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ദ വെരി ബ്യൂട്ടിഫുൾ ഗോർജിയസ് ജുമാന. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് അല്ലേ, അതാണ് ഇപ്പോഴത്തെ വിശേഷം. എന്താണ് മൂവിയിലെ ക്യാരക്ടർ? മൂവിയിലെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു അറബീൻ്റെ മോളാണ്. ഓക്കെ. ചെറിയൊരു റൊമാൻസ് പരിപാടി. ഇറ്റ്സ് എ വെരി ഹാപ്പി ഫിലിം. ഇറ്റ്സ് എ വെരി ഫുട്ബോൾ റിലേറ്റഡ് ഫിലിം. അതാണ്. അപ്പൊ അവിടെ ആയതുകൊണ്ട് ആ ഒരു അറബിയുടെ മോള് എന്നുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നല്ലേ കാസ്റ്റ് ചെയ്തതൊക്കെ? അറിയില്ല എന്തുകൊണ്ടാണ് നിക്കില്ലേട്ടോ നിങ്ങൾ തന്നെ പറയുന്നത്. അതൊക്കെ തന്നെ. ഓക്കെ. കണ്ണാണെന്ന് തോന്നുന്നു ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, കണ്ണാണ്. അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു ഫസ്റ്റ് ഹാഫിൽ. ബിക്കോസ് കംസ് ഫ്രം എ വെരി ഓർത്തഡോക്സ് ഫാമിലി. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ മൂവിയിലേക്കുള്ള ഒരു എൻട്രി? മൂവിയിലേക്കുള്ള എൻട്രി ഷനീംക്കാണ് നിഖിലേട്ടനോട് സജസ്റ്റ് ചെയ്തത് എന്നെ. എന്നിട്ട് പിന്നെ അങ്ങനെ ഫസ്റ്റ് മൂവി അല്ലേ ഇത്? ലൈക്ക് ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു വെരി നൈസ് എക്സ്പീരിയൻസ്. അത് സെറ്റിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവസാനം അതൊരു വീട് പോലെ ആയി. കാരണം വീട്ടിലായിരുന്നു ഷൂട്ട്. ഫസ്റ്റ് 2-3 ദിവസമൊക്കെ വീട്ടിലായിരുന്നു. പാട്ടിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇറ്റ് ബിക്കേം എ ഹോം. ഹോം അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ആ ഒരു ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ നമ്മുടെ ഇവിടെ ഒക്കെ ബാൻ ചെയ്തു, നമുക്കൊന്നും ഇപ്പൊ ടിക്ടോക്ക് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെയൊക്കെ ടിക്ടോക്ക് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാർ ആയപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അയ്യോ, പെട്ടെന്നൊന്നുമല്ല സ്റ്റാർ ആയത്. എന്നാലും ആ ഒരു പോയിന്റ് ഉണ്ടാവല്ലോ, ലൈക്ക് പെട്ടെന്ന് ഒരു ഹൈപ്പ് കയറി. ഞാൻ സ്റ്റാർ ആണെന്ന് എനിക്ക് ഇപ്പോഴും, ഞാൻ സ്റ്റാർ അല്ല ശരിക്കും. ഞാൻ ഇപ്പോഴും എത്ര ഫോളോവേഴ്സ് എത്രയുണ്ട്? അയ്യോ കുറച്ചുള്ളു. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയാ, ഇപ്പോഴും ഞാൻ എന്നെ കാണുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അങ്ങനത്തെ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. ലൈക്ക് ഈ സ്റ്റാർ എന്നല്ല, എന്നാലും നമ്മളിപ്പോ നമ്മുടെ സറൗണ്ടിങ്ങിൽ അല്ലാതെ പുറത്തുനിന്ന് ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു പോയിന്റിൽ എന്തായിരുന്നു തോന്നിയത്? I was very happy. Even now when people come up to me, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ വരുന്നതും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ. സത്യം പറയുകയാണെങ്കിൽ even now when people come up to me and they say very nice things, it makes me very happy. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണത്. ഓക്കെ. അപ്പൊ ഇനിയും മൂവി ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടോ? വേറെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. ഓക്കെ. വൈ ഫാഷൻ? ഒരു ഇൻഫ്ലുവൻസർ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് പുറത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കണം, ആൾക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, പിന്നെ ആൾക്കാരെ ചിരിപ്പിക്കണം എന്നുള്ളൊരു ഗോള് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഫാഷനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും എന്താ പറയുക, ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ എം എ ഫാഷനിസ്റ്റ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് സ്റ്റൈലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഐ ലൈക്ക് സർട്ടൻ സ്റ്റൈൽ. ഇറ്റ്സ് ബിക്കോസ് I got influenced by such kind of people. I wear mostly modest Indian wear, classy dresses. അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതൽ ചെയ്യുന്നത്. വേറെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് ലാക്ക് ഓഫ് നോളജ്. സോ ഐ ആം നോട്ട് എ ഫാഷനിസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ആനപ്പറമ്പിലെ വേൾഡ് കപ്പിൽ ചെയ്യുമ്പോ അവിടുത്തെ ഫുഡല്ല, നമ്മുടെ കേരള ഫുഡൊക്കെ ഫുൾ കഴിക്കും. നിങ്ങൾ എന്തീ പറയണേ?
എല്ലാ ഞാൻ നിങ്ങൾ എന്തേലും പറയാൻ? ഐ ആം ഫ്രം കണ്ണൂർ. ആ. കണ്ണൂർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വെറൈറ്റി ഫുഡ്, ഉമ്മ എല്ലാ ദിവസവും വെറൈറ്റി സാധനമൊക്കെ ട്രൈ ചെയ്യും. പിന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്യണ ഞാനും എൻ്റെ ഇത്താത്തി ഉപ്പയും. ഉപ്പ അങ്ങനെ കഴിക്കില്ല, ഇപ്പൊ കുറച്ച് കൺട്രോൾ ആണ്. പിന്നെ അലീനാണ്. ഉമ്മക്ക് ഭയങ്കര ഉമ്മ മാത്രല്ല വീട്ടിലെല്ലാരും ലവ് ടു ക്രിയേറ്റ് ന്യൂ ഫുഡ്. ഭയങ്കര വെറൈറ്റി ഫുഡാണ്. അപ്പൊ എല്ലാ ദിവസവും ഇന്ത്യ മാത്രമേ കഴിക്കുള്ളൂ. സാലഡ് അങ്ങനത്തെ ഡയറ്റ് ഒരു പരിപാടിയും ഇല്ല. ഒന്നുമില്ല. ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. നോ, ലൈക്ക് ഐ ഈറ്റ് ബട്ട് ഐ ട്രൈ ടു ഈറ്റ് ക്ലീൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, ബിരിയാണി, സദ്യ, ഐ ലൈക്ക് ഓൾ ഓഫ് ദാറ്റ്. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എല്ലാം ഞാൻ കഴിക്കും. ഇതിപ്പോ ഡയറ്റിലാണെങ്കിൽ പോലും, ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമാജിൻ ഇഫ് ഐ ആം ഈറ്റിംഗ് വെരി ക്ലീൻ. വീട്ടിൽ പോവാണെങ്കിൽ ഉമ്മ പത്തലും ചെമ്മീൻ കറി വെക്കും. അത് വറുത്ത് തരും ഉമ്മ. ഈ ഫസ്റ്റ് മൂവിയിലെ ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു എന്നും ഓർത്തിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കില്ല. ആ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ആ സമയത്ത് ഫസ്റ്റ് ഷോട്ട് പറയുന്നത് കണ്ണ് മാത്രമായിരുന്നു അല്ലേ ചേട്ടാ? എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിലെ കൂടി എന്താ പറയാ അഭിനയിക്കായിരുന്നു ഞാൻ. അപ്പോ ഇറ്റ് വാസ് ഈസി, ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഓൾസോ. ഓക്കെ. എപ്പോഴും ഇങ്ങനെ ഡിഫറെന്റ് ലുക്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കാറുണ്ടോ? എങ്ങനെ? ലൈക്ക് ഇപ്പൊ ഹെയറിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നോക്കാറുണ്ടോ? ഐ എയിം ടു wear beautiful dress. Different എനിക്ക് അറിയില്ല if you call it different, but I like to wear. എനിക്ക് ഇന്ത്യൻ ഡ്രസ്സിനോടാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ വീട്ടിൽ പോവാണെങ്കിൽ ഇത്താത്ത പുതിയ ചുരിദാർ, ഇമാജിൻ ഇഫ് ഷീ ബോട്ട് എ ന്യൂ ചുരിദാർ, ഞാൻ അത് എടുത്തിട്ട് പോകും. പറയില്ല ഞാൻ. അപ്പൊ ഇത്താത്ത മേടിക്കുമ്പോ അറിയാം, ഷീ നോസ് ഐ വിൽ ടേക്ക് ഇറ്റ്. അപ്പൊ ഇത്താത്ത എന്ത് മേടിക്കുകയാണെങ്കിലും ഷീ നോസ് ഓക്കെ ഐ വിൽ ടേക്ക് ഇറ്റ്. എല്ലാ ചുരിദാറും എൻ്റെ ഉള്ളത്. ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഒളിപ്പിച്ചു വെക്കൊന്നുമില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയും. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം നാട്ടിലായിരുന്നു, നമ്മളെല്ലാരും പെരുന്നാൾക്ക് ഒരുമിച്ചായിരുന്നു. കണ്ണൂരിലെ ഉപ്പിയും എല്ലാരും നമ്മൾ നാട്ടിൽ ഒരുമിച്ച് പോയി. അപ്പൊ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഐ തോട്ട് ഐ വിൽ ബൈ ഫ്രം ഇന്ത്യ. പക്ഷെ വീട്ടിലെത്തിയിട്ട് വീട്ടുകാരെല്ലാരും ഉണ്ട്, പുറത്തൊന്നും പോകാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ താത്തോണ്ട് താത്ത എനിക്ക് കുപ്പായില്ല, എന്താ ചെയ്യല്? ലൈക്ക് ഐ ബോട്ട് എ ഡ്രസ്, ഡു യു വാണ്ട് ടു സീ ഇറ്റ്? ഐ ആം ലൈക്ക് യാ. It was a very grey beautiful dress. അപ്പൊ അങ്ങനെ ഇട്ടു. നമ്മളേക്ക് ഞാൻ ഇതെടുക്കാൻ എന്നിട്ട് ഞാൻ ഒറ്റ പോക്ക് റൂമിൽ ലോക്ക് ചെയ്തു. ജുമാന മൈ ഡ്രസ് ആയിട്ടത് ഞാൻ ഇതിടാൻ പോണെയാണ്. I didn't give it back to her. നല്ല രസമുണ്ട് ഈ സ്ലാങ് ഇങ്ങനെ കേട്ടിരിക്കാൻ. കണ്ണൂർ സ്ലാങ്. ഓക്കെ. ലോയർ ആയിരുന്നില്ലേ? ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. I just graduated, that's it. അതെന്താ വേണ്ടാന്ന് വെച്ചതാണ്? അങ്ങനെയല്ല, കാരണം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തന്നെ when I got into the college I started all of this. അപ്പൊ അങ്ങനെ I went with the flow. ഇപ്പോഴും ടിക്ടോക്ക് ഒക്കെ ലൈക്ക് മുടങ്ങാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയരുത്. കോണ്ടന്റ് എന്ന് പറയണം. You like to create content. I'm just messing. Yeah, I make TikToks every day. I like to make videos. പക്ഷെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. സംടൈംസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താലൊന്നും ആ വീഡിയോ വർക്ക് ആവില്ല. അപ്പൊ പ്ലാൻ ചെയ്യില്ല, ഓക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ തിരിയണം. അല്ല, വാട്ട് കംസ് ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പൊ നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രസ് ചെയ്ത് പുറത്തൊക്കെ പോയാൽ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാന്ന് പ്ലാൻ ചെയ്തു. അല്ല, ഡ്രസ് ചെയ്ത് പോവാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. അത് കാരണം ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഐ ലുക്ക് വെരി ഹോംലെസ്. I'm in a normal pajama, my t-shirt, mask, cap, done. അത് മതി. അത് മതി. I like to. എന്താണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ എപ്പോഴായിരുന്നു? യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അല്ല ഇപ്പൊ കുറെ നാളായാലും വീഡിയോസ്. പക്ഷെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇടാറുണ്ട്. എനിക്കറിയില്ല. I don't know. കുറെ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ. ബട്ട് അതൊക്കെ ചെയ്തങ്ങ് ഇടുന്നേ, നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട രീതി ആയിരിക്കില്ല ചിലപ്പോ എഡിറ്റർ ചെയ്യുക. അപ്പൊ എനിക്ക് ഇരുത്തി ചെയ്യണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് എഡിറ്റ്സ്. ഇതിപ്പോ ഫോട്ടോ ആണെങ്കിൽ ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഈവൻ സാച്ചുറേഷൻ ലെവൽ, കോൺട്രാസ്റ്റ്. ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ ലവ് ഇറ്റ്. അതായത് മോർ ദൻ ബീയിങ് പെർട്ടിക്കുലർ, ഐ വുഡ് സേ ദാറ്റ് ഐ ലവ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഫാഷൻ, മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തിനോടാ കുറച്ചുകൂടെ ക്രേസ് കൂടുതൽ? എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കറിയില്ല, ക്രേസ് പറയണെങ്കിൽ ഐ ലൈക്ക് ടു സ്റ്റഡി. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഐ വാണ്ടഡ് ടു ബി IAS. പക്ഷെ ഇപ്പൊ നാട്ടിലൊന്നും പഠിക്കാൻ സമ്മതിച്ചില്ല. പറഞ്ഞു പറ്റില്ല, പിന്നെ ഉപ്പാക്ക് ജോലി വിട്ട് വരാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ലോ എടുക്കുന്നത്. So I think I'm the kind of person, if not this, I would have finished my masters and maybe I don't know. വേഗം ഇനിയിപ്പോ പഠിത്തമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ടല്ലേ?
എനിക്കോ ഇനിയും അയ്യോ, പഠിക്കാൻ ഇല്ല ഇനി വേണ്ട എനിക്ക് പറ്റില്ല. ഇനി പറ്റില്ല. അതിന്റെ നാക്ക് പോയി. എല്ലാരും പറയും ഒരു ബ്രേക്ക് ഒരു എടുത്തിട്ട് ബ്രേക്ക് എടുത്തേ is very difficult to go back. Is to actually study you need to have proper discipline life in your life. അല്ലേ? അതായത് രാവിലെ സ്കൂളിൽ പോവാ, വരിക, പഠിക്കുക, കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് അറിയില്ല. ഇനിയിപ്പം പഠിച്ചോണ്ട് എന്താ വിധിച്ചെന്ന് അറിയില്ല. ഓക്കെ. കുക്ക് ചെയ്യോ ഫുഡൊക്കെ? ഞാന് കുക്ക് ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കും? കടികളൊക്കെ ഉണ്ടാക്കും, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും, Okay. ഉന്നക്കായ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എങ്ങനെയാ, ടേസ്റ്റ് ആണോ? ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടാ? ഫ്ലോപ്പ് വേണമെങ്കിൽ ഒബ്വിയസ്ലി ഷേപ്പ്ലെസ് ആയിരിക്കും, പക്ഷെ അത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്താ പറയാ, ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെ കുക്കിംഗ് അറിയില്ല എന്നൊന്നും പറയില്ല, പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ നമ്മൾ ഉണ്ടാക്കിയൊന്നും കിട്ടില്ല. അതായത് നമ്മൾ ഉണ്ടാക്കണ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്നാലും ഉമ്മ പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നൊക്കെ പറയോ? ഇല്ല, ഉമ്മക്ക് അറിയാം ഉമ്മ ഉണ്ടാക്കണത് എനിക്ക് അധികം ഇഷ്ടം. മൈ സിസ്റ്റർ കുക്സ് റിയലി വെൽ. മൈ മോം ഓൾസോ നന്നായിട്ട് ഭയങ്കര എനിക്കിഷ്ടമാണ്. ഓക്കെ. ഇപ്പൊ വീഡിയോസ് അല്ലേ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ എന്താ ഹോബീസ് ഒക്കെ ചെയ്യാറ് വീട്ടില്? പാട്ടേക്കണ ഇഷ്ടം, അതൊരു ഹോബിയാണോ? അതൊരു ഹോബിയാ. പാട്ടേക്കണ ഇഷ്ടം, പിന്നെ സിനിമ കാണും, പിന്നെ ഫാമിലി. ഫ്രീ ടൈമിലൊക്കെ ഐ വുഡ് റാദർ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ദാൻ ഡൂയിങ് സംതിങ് എൽസ്. വർക്ക് ഉണ്ടാവില്ല, അപ്പൊ അത് കഴിഞ്ഞാല് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോകും, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇത്താത്തന്റെ കുട്ടികള്, 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. And now she's pregnant with a 3rd baby, mashallah. So I would love to spend time with family. Okay. എന്തായാലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോസ് എടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു സിനിമ സെറ്റിൽ വന്നപ്പോ നോട്ട് ചെയ്തിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്തൊക്കെയാ, ലൈക്ക് അതർ ദാൻ ആക്ടിങ്? സല്യൂട്ട് ടു നിഖിലേട്ടൻ. ഡയറക്ടേഴ്സ് അവര് ചെയ്യുന്ന ഈ തൊഴിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുക, പിന്നെ ഉദ്ദേശിച്ച പോലെ സാധനം കിട്ടുക, പിന്നെ അവരിങ്ങനെ ആക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. മാനേജ് ചെയ്യുന്ന വലിയ എളുപ്പമുള്ള ഒരു കാര്യമില്ല. അത് കാണാൻ നമുക്ക് ടെൻഷൻ ആവും. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിഖിലേട്ടാ ഹൗ ഡു യു ഡു ഇറ്റ്. ചിലപ്പോ ദേഷ്യം വരുമായിരിക്കും, കാരണം ഇത്ര ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിന് ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്. സോ ഐ തിങ്ക് അതൊക്കെ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പേഷ്യൻസ് ഉണ്ടാവണം. ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ടൈമിലായിരിക്കില്ല തീരെ, അത് എല്ലാം ടൈം എടുത്തിട്ട് ചെയ്യണമല്ലോ. അതതിന്റെ ക്യാമറ ടെക്നിക്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ നോക്കിയോ? എന്ത് ക്യാമറയിലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ എടുക്കുക. എനിക്ക് സോണി അറിയാം, ഇവരെ പോലെ റെഡ് ഒന്നും അറിയില്ല. നോർമൽ ക്യാമറ അറിയാം, തരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫോട്ടോ എടുത്ത് തരാം. വേണോ? വേണ്ട. ഓക്കെ. ഈ ഇതൊക്കെ വെച്ചിട്ട് ഇവര് സെറ്റിൽ കളിയാക്കുമായിരുന്നു, വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട്? വെരി ഫ്രണ്ട്ലി, ഭയങ്കര ഇത്രയും ഫ്രണ്ട്ലി, ഇത്രയും ഭയങ്കര ഒരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും. ഞാൻ പറഞ്ഞില്ല, അവസാനം വീട് പോലെയായി, അവിടെ കിടന്ന് ഉറങ്ങി ഞാൻ. അല്ല നമ്മളിങ്ങനെ ടൈം ആകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ ഉറങ്ങാം. ഫുഡ് അടി ആയിരുന്നോ? ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, വലിയൊരു വീടായിരുന്നു. ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ ഫുഡ് കഴിക്കുമോ അധികം? എവിടെ ഇഷ്ടം, നാട്ടിലാണോ അതോ അവിടെയാണോ കൂടുതൽ നിക്കാൻ ഇഷ്ടം? എന്താ തോന്നണേ? ഞാൻ എന്റെ നാട്, ഞാൻ പോയിട്ടില്ല അങ്ങനെ പുറത്തേക്കൊന്നും, എന്നാലും ഒരുപാട് പേര് ചോദിക്കുമ്പോ നാട് മിസ് ചെയ്യും അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യില്ലേ നമ്മള്. ഐ എം എൻ ഇന്ത്യൻ, ഐ എം ഫ്രം കേരള, ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് വളരെ ഇഷ്ടമാണ് നാട്ടിൽ നിൽക്കുന്നത്. ഞാൻ എല്ലാ വർഷവും വരും നാട്ടില്, കണ്ണൂര്. ഞാനും ഫാമിലി എല്ലാവരും വെക്കേഷൻ വരും. പിന്നെ ഉപ്പാന്റെയും അളിയന്റെയും അവരുടെ ഒക്കെ ജോലി അബുദാബിയിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ സെറ്റിൽ ആയത്. അല്ലെങ്കിൽ നമ്മള് യു വിൽ സീ മീ ഇൻ കണ്ണൂർ വീട്ടില്. നമ്മുടെ പ്രൊഡ്യൂസർ കണ്ണൂരാ. ആര്? തലപ്പുറം അറിയാം. പക്ഷെ എന്താ പറയാ, ദുബായില് അവിടെ വളർന്നത് കൊണ്ടും അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. വളരെ എനിക്ക് സ്നേഹമാണ് ആ സ്ഥലത്തോട്. പക്ഷെ ഇത് എത്രയായാലും നാട് തന്നെയാ. നാട്ടിലെ വൈബും വേറെയാ. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ് വൈബ്, ഹോൾ ഡിഫറെന്റ് വൈബ്. ആ മഴയും ആ ക്ലൈമറ്റും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ ഈ ഷൂട്ടിന്റെ സെറ്റിലും ഫുള്ള് ഇവിടെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇവിടെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? പക്ഷേ 2 വർഷം 3 വർഷം മുന്നേ ചെയ്തത്. 2 വർഷമായില്ലേ ചേട്ടാ? അതല്ലേ പിള്ളേരൊക്കെ വലുതായി എന്ന് പറയുന്നത്. വലുതായി കാണുമ്പോ ചോട്ടൂസായിരുന്നു, നമുക്ക് വലുതേ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? ഫേവറേറ്റ്സ് ഓഫ് ജുമാന. ഞങ്ങളൊന്ന് അറിയട്ടെ. ഓക്കെ, ടപ്പേന്ന് ആൻസർ പറയണം. എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ഇല്ല, എനിക്ക് എല്ലാത്തിനോടും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും മനസ്സിലാദ്യം ഫേവറേറ്റ്സിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ മനസ്സിലാദ്യം വരുന്ന കാര്യം പറഞ്ഞാൽ മതി. I don't discriminate people, but tell me. Okay. Favorite actor? Surya.
ഓക്കെ ആ ഇതുപോലെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടം സൂര്യനെ. എന്താ സൂര്യയുടെ സിനിമാസ് എല്ലാം കാണും. ചെറുപ്പം മുതലേ എനിക്ക് പുള്ളിക്കാരുടെ സിനിമ പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി. എനിക്ക് തോന്നുന്നത് അതൊരു ഇഷ്ടമാണ്. പക്ഷെ ലാലേട്ടൻ മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ സൂര്യ ചേട്ടനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. സൂര്യയുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലല്ലോ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. ഓക്കെ. ഫേവറേറ്റ് ആക്ട്രസ്? ഫേവറേറ്റ് ആക്ട്രസ് അയ്യോ എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഗംഗുബായി ആലിയ ഭട്ട് എനിക്കിപ്പോ നല്ല ഇഷ്ടമാണ്. ഓക്കെ. എല്ലാരും ഇഷ്ടമാണ് കേട്ടോ. ഇല്ല ഇതിപ്പോ നമ്മൾ ഒരാളെ പറഞ്ഞു വിചാരിച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫോർ എ ഫൺ ഗെയിം അത്രേ ഉള്ളൂ. ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ? എന്റെ വീട്. വീട് തന്നെയാണ്. ഇപ്പൊ വീട്ടുകാർ എവിടെയെങ്കിലും പോവാണെങ്കിൽ അവരോട് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോവാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോകും. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാം ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ താത്തന്റെ കൂടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഉമ്മാന്റെ ഫുഡൊക്കെ കഴിച്ച് അതെ ഉമ്മാന്റെ മടിയിൽ കിടന്നുറങ്ങി. അതൊക്കെ അത് വേറെ തന്നെ ഒരു. എപ്പോഴും ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ നിങ്ങള്? ഫാമിലിയാ. എപ്പോഴും പോവാല്ലേ. ഓക്കെ. ഫേവറേറ്റ് കളർ? ന്യൂഡ് കളേഴ്സ്. ഓക്കെ. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? സൽവാർ കമീസ്. ഓക്കെ. ഫേവറേറ്റ് ബ്യൂട്ടി ബ്രാൻഡ്? കുറേ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ബട്ട് ഐ തിങ്ക് ഐ ലൈക്ക് ഫെൻഡിന്റെ ഫൗണ്ടേഷൻ. ഐ ലൈക്ക് ലിപ്സ്റ്റിക് ഫ്രം മേക്കപ്പ് ഫോർ എവർ. ദെൻ ഹുദ ബ്യൂട്ടിന്റെ ഐ ഷാഡോ പാലറ്റ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരെ കാലയ്ക്കും ഇത് ഒരു ബ്രാൻഡ് മാത്രമല്ല, certain products from certain brands. ഓക്കെ. ഓക്കെ. ഫേവറേറ്റ് ഇമോജി? ഇമോജി ഫേവറേറ്റ് ഒരു I don't know how to call that emoji. അതെ ആക്ഷൻ കാണിച്ചാൽ മതി. nerd emoji. അതെങ്ങനെയാ കാണിക്കുക? എനിക്ക് അറിയില്ല. കാണിക്കേ. കർണാടക വെച്ചിട്ട് ഓക്കെ. ഫേവറേറ്റ് ഫുഡ്? സദ്യ. ഫേവറേറ്റ് യൂട്യൂബർ? മലയാളിയാണോ അതോ ഇന്ത്യൻ ആണോ? രണ്ടും പറ. മലയാളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശ്വിൻ. പുള്ളിക്കാരന്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം, ഞാൻ അശ്വിൻ മാടപ്പള്ളി. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹി സ്റ്റാർട്ട്സ് ലൈക്ക് ദാറ്റ്. സോ മച്ച് എനർജി. ഐ ലൈക്ക് ഹിസ് വീഡിയോസ്. പിന്നെ നോർമലി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ അശ്വിൻ മാടപ്പള്ളിന്ന് സെർച്ച് ചെയ്തിട്ട് പുള്ളിക്കാരന്റെ വീഡിയോസ് കാണും. ഓക്കെ. ജുമാനയുടെ യൂട്യൂബ് ചാനലിന്റെ ഇൻട്രോ ഒന്ന് പറയാമോ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് തുടങ്ങും. ഓക്കെ. ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ? ഫേവറേറ്റ് ഇൻഫ്ലുവൻസ് ഞാൻ തന്നെയാണ്. എവിടെ, ദുബായിലാണോ നാട്ടിലാണോ? എവിടെയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഖാലിദ് അമീറിനെയും പുള്ളിക്കാരന്റെ വൈഫിനെയും ഭയങ്കര ഇഷ്ടമാണ്. വെരി ഫൺ, വെരി എന്താ പറയാ, നമുക്ക് ഭയങ്കര നമ്മൾ ചിരിക്കും. അത് മാത്രല്ല അവർ തമ്മിലുള്ള സ്നേഹം അതൊക്കെ they don't show love in social media. പക്ഷെ എന്നാലും ആ വീഡിയോസിൽ നമുക്ക് ആ ഒരു സ്നേഹം കാണാൻ പറ്റും. ഭയങ്കര എന്റർടൈനിങ് ആയി ഈ രണ്ടാൾക്കാർ. Emiratis. Very nice. And even as a person, Khalid and his wife, they're very nice. I really like their videos and them as a person. ഇത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം. അറിയാം. ഓക്കെ. ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? ചൈൽഡ്ഹുഡ് മെമ്മറിയോ? അയ്യോ എനിക്ക് ഓർമ്മയില്ല. ആ ചെറുപ്പത്തിലൊരു വലിയ നല്ല കുട്ടിയായിരുന്നോ? അയ്യോ അല്ല, എന്റെ കാലൊരു വലിയ കല്ല് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഐ ലോസ്റ്റ് a nail of mine. I was admitted in a hospital. That is a memory. And I was playing with my friends. അങ്ങനെയാണ് ഒരു കല്ല് വീണത്. അപ്പൊ ഡോക്ടറിന് കാല് വെട്ടേണ്ടി വരുന്നൊക്കെ. എന്റെ മാകെ ബേജാറായില്ലേ. Like oh my god, my daughter's not gonna have a leg. അൽഹംദുലില്ലാ ശരിയായി. എല്ലാം ശരിയായി. ഓക്കെ. വലിയ കല്ലായിരുന്നു കേട്ടോ. എനിക്ക് നഖയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാ? ആ പഴുത്തു. ഡോക്ടേഴ്സ് ലൈക്ക് യു ഗോണ ഡൈ. അതറിയോ നിങ്ങൾക്ക്? I was 4 years old. അപ്പൊ കാല് മുറിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ ഡോക്ടറോട് പറഞ്ഞു? അതെനിക്ക് ഓർമ്മയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ കരഞ്ഞു, അത് ഉറപ്പാ. ഏതുമ്മയിലും കറിയില്ല. പിന്നെ കല്ലിന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമില്ല. ഞാൻ കളിക്കരുത് കേട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ. അവിടെ ഒരു കല്ല് കൊണ്ട് ഞാൻ എടുത്തു. അത് വീണത് എന്റെ കുറ്റാണോ? വെറുതെ. ഓക്കെ. ഇനി ഹേയ് ഗൂഗിൾ വിത്ത് ജുമാന. നമ്മുടെ മലയാളി പ്രേക്ഷകരൊക്കെ കുറച്ചും കൂടെ അറിയട്ടെ ജുമാനെ പറ്റിയിട്ട്. ഓക്കെ. എന്തായാലും നമ്മുടെ മലയാളം സിനിമയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ അതുകൊണ്ട് ഓക്കെ. ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിളിൽ ഞാൻ ജുമാന എന്ന് അടിച്ചപ്പോ എനിക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏജ് 25. ഓക്കെ, വെരി ഗുഡ്. ചിലർ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് എന്ന് പറയാം ആദ്യം. 23. And you're very beautiful also. ഭയങ്കര കണ്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളെ. താങ്ക് യു ചേച്ചി, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇനി തിരിച്ചു പറ, ഞാൻ ഒന്നുകൂടെ തിരിച്ചു പറ. അയ്യോ ഇത് വെറുതെ കോംപ്ലിമെന്റ് ചെയ്തതല്ല. When I feel like something is beautiful, normally എൻ്റെ ഒരു നേച്ചറാണ്, ഞാൻ അത് പറയും.
ഭംഗിയുണ്ട് എന്ന്. ഭംഗിയില്ലെങ്കിൽ അതും പറയും ഇത് ഭംഗിയില്ല കേട്ടോ, പക്ഷെ അത് പറയണമെങ്കിൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത്? 7/11/1996. ഓക്കെ. ഹൈറ്റ്? 170 centimeter. ഫാമിലി? വീട്ടിലാരൊക്കെ ഉണ്ടെന്നാ? ഉപ്പ, ഉമ്മ, ഇത്താത്ത, അലിയൻ, ദുബായിസ, ഒരു മോളും ഒരു മോനും, പിന്നെ ഇപ്പോ മാഷാഅല്ലാഹ് ഒരു കുഞ്ഞ് വരുന്നുണ്ട് ഇൻഷാല്ലാ. ഓക്കെ. എനിക്കല്ല ഇത്താത്ത കിട്ടാ. ഓക്കെ. ബർത്ത് പ്ലേസ്? കണ്ണൂരല്ലേ? കണ്ണൂർ. എനിക്ക് പറയാം. അവാർഡ്സ്? Lately I won most popular influencer award. Day before yesterday. ഓക്കെ. കൺഗ്രാറ്റ്സ്. അതിന് മുന്നേയൊക്കെ? അതിന് മുന്നേ ഇങ്ങനെ തന്നെ ഇൻഫ്ലുവൻസർ അവാർഡ്, പിന്നെ എനിക്ക് ഓക്കെ. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ലൈക്ക് ഇനിയിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ എനിക്കിപ്പോൾ ഇത്ര കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്ന ആളുകൾ ഇപ്പൊ 136, ഇപ്പൊ ഷൈൻചേട്ടൻ ഇന്റർവ്യൂ Yeah, it's not. I started off with 11,000 followers. I was 18 when I started off. ഒരു പ്രശ്നമില്ല. Okay. Just keep creating good content, and with your beauty, you will get more followers. Just keep creating good content. Good content. എനിക്ക് അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാക്കണേന്ന്, പക്ഷേ അല്ല ഇപ്പൊ എനിക്ക് ലൈക്ക് ഷൈൻചേട്ടൻ്റെ ഒക്കെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടെ ഇന്റർവ്യൂ ബേസിസിൽ ഫോളോവേഴ്സ് ഒക്കെ കയറി തുടങ്ങിയത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ അതെ തീർച്ചയായിട്ടും വേണം. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റി? ഇൻഫ്ലുവൻസർ ആവാൻ അത് അങ്ങനെ ആവലല്ലോ, അത് ആവലല്ലേ. അതായത് യു ഡോണ്ട് പ്ലാൻ തിങ്സ് ഇൻ ലൈഫ്, നോ, യു ജസ്റ്റ് ബിക്കം, ജസ്റ്റ് വർക്ക് ഫോർ ഇറ്റ്. അതായത് നമ്മൾ ഇങ്ങനെ ആവണം വിചാരിച്ചിട്ട് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ ആയിരിക്കും. സോ ജസ്റ്റ് ഡു ഇറ്റ് ഔട്ട് ഓഫ് ലവ്, ഡു ഇറ്റ് ഔട്ട് ഓഫ് പാഷൻ, ജസ്റ്റ് കീപ് മേക്കിംഗ് വീഡിയോസ്, ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇൻ ദ റൈറ്റ് വേ, സ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. നമ്മൾ കാരണം എല്ലാ കുട്ടികളും, എൻ്റെ ഇപ്പൊ ഇത്താത്തന്റെ മോളാണെങ്കിലും ഷീസ് 11, അവളും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ യങ് ജനറേഷനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളൊരു ഗോൾ എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും അത് മൈൻഡിൽ ഉണ്ടാവണം. ഇതിപ്പോ ഈ ബാഡ് ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്താൽ തന്നെ നമ്മളൊരു നല്ല രീതിയിൽ ഗുഡ് ഇൻഫ്ലുവൻസ് ആവും സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ യങ് ജനറേഷന്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ വരുന്ന ഗുഡ് കമന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നില്ല, എങ്ങനെ ടാക്കിൾ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നത് പറയാം. എത്ര ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നു, അപ്പൊ അവര് മാത്രം ഫോക്കസ് ചെയ്യുക. ഞാൻ അതാ ചെയ്യാറ്. ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അത് വായിക്കും. പിന്നെ ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നവരാണെങ്കിൽ ഐ വെൽക്കം ദം ഇൻ എ വേ ദാറ്റ് their family to me, they are in fact family. Because അവരെ സപ്പോർട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ I don't think I would have reached where I am right now. So every person who loves me matters to me, and every person who messages me matters to me. ഇപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി ഐ വുഡ് റീഡ് ഇറ്റ്. റീഡ് ചെയ്യും, ഞാൻ റിപ്ലൈയും ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. എല്ലാത്തിനും നമുക്കിപ്പോ കൊടുക്കാൻ പറ്റിയെന്ന് വരണം എന്നില്ല അല്ലേ? ടൈം ഇല്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് റിപ്ലൈ ചെയ്യണ്ടെന്നുള്ളൊരു ഇതുകൊണ്ടല്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ ഇരുന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇരുന്ന് മെസ്സേജ് വായിക്കില്ല ശരിക്കും, പക്ഷെ എൻ്റെ റിക്വസ്റ്റ് എല്ലാ ദിവസവും ഇരുന്ന് വായിക്കും. അതിൽ വരുന്ന അത് ഇറ്റ് റിയലി ടച്ചസ് മൈ ഹാർട്ട് വെൻ പീപ്പിൾ, ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം എനിക്ക്. And I love all of them, and I mean it when I say it. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൂവിയാണ് മലയാളത്തിൽ. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിൽ നമ്മൾ മലയാളം സിനിമയിൽ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സോ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. 11th of November. Definitely watch it. തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും സിനിമ കാണാം. ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബി ലൈക്ക് ദിസ് ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. Thank you. You too. Thank you so much. Okay.